രാജ്യം ഇന്ന് 77ാം കരസേനാ ദിനം ആചരിക്കുകയാണല്ലോ. ആദ്യം തന്നെ എല്ലാ പ്രേക്ഷകർക്കും കരസേനാ ദിന ആശംസകളും ഞാൻ നേർന്നിരുന്നു. വീണ്ടും ചിലരൊക്കെ പറയുന്നു കരസേനാ ദിനം എന്താ പറയാത്തതെന്ന്. പൂനെയിലുണ്ട് നമ്മുടെ പ്രതിനിധി. ബോംബെ എഞ്ചിനീയറിംഗ് സെന്ററിലാണ് കരസേനാ ദിനത്തോടനുബന്ധിച്ചുള്ള സൈനിക പരേഡ് നടക്കുന്നത്. റോബോട്ടിക് മ്യൂളുകളും വനിതാ അഗ്നിവീറുകളും ആദ്യമായി പരേഡിൽ പങ്കാളികളാകുന്ന ദിവസം കൂടിയാണ് ഇന്ന്. പൂനെയിൽ നിന്ന് നമ്മുടെ പ്രതിനിധി ബി ബാലഗോപാൽ വിവരങ്ങളുമായി ചേർന്നു. ബാലഗോപാൽ, അവിടെ എനിക്ക് തോന്നുന്നു അഭ്യാസ പ്രകടനങ്ങളൊക്കെ ആരംഭിച്ചിരിക്കുന്നു, പരേഡ് നടക്കുകയാണെന്ന് തോന്നുന്നു. ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? മോത്തി, കരസേനാ ദിനത്തോടനുബന്ധിച്ചുള്ള പരേഡ് പൂനെയിൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ടാങ്കുകൾ ഈ പരേഡിന്റെ ഭാഗമായി മാർച്ച് പാസ്റ്റ് ചെയ്യുന്നതാണ് കാണാൻ വേണ്ടി കഴിയുന്നത്. നേരത്തെ T-90 ഇന്ത്യൻ പ്രതിരോധ സേനയുടെ അഭിമാനമായ ലൈറ്റ് സ്ട്രൈക്ക് വെഹിക്കിൾ, അതുപോലെ സ്പെഷ്യൽ മൊബിലിറ്റി വെഹിക്കിൾ എന്നിവയൊക്കെ ഈ പരേഡിൽ അണിനിരക്കുന്നുണ്ട്. ഈ വിവിധ സേനാ വിഭാഗങ്ങളുടെ മാർച്ച് പാസ്റ്റ് ഇതിനോടകം തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ ആദ്യമായി, അതായത് ഇത്തവണത്തെ പരേഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത, ഇതാദ്യമായി ഇത്തവണ വനിതാ അഗ്നിവീർമാരുടെയും അതുപോലെ തന്നെ ഈ NCCയുടെ പൂർണ്ണമായും ഈ പെൺകുട്ടികൾ മാത്രമടങ്ങുന്ന സംഘത്തിൻ്റെയും ഈ പരേഡ് നേരത്തെ നടന്നിരുന്നു. പരേഡിന് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയാണ് അഭിവാദ്യം സ്വീകരിക്കുന്നത്. നേരത്തെ അദ്ദേഹം ഈ കരസേനാ ദിനത്തോടനുബന്ധിച്ച് ഈ ചടങ്ങിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചിരുന്നു. രാജ്യം ഏത് വെല്ലുവിളിയും നേരിടുവാൻ സുസജ്ജമാണ് എന്നാണ് കരസേനാ മേധാവി അറിയിച്ചിട്ടുള്ളത്. നമ്മൾ ഈ പരേഡിന് വിവിധ വിഭാഗങ്ങൾ ഇപ്പോൾ പരേഡിലേക്ക് വരുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. നിലവിൽ സ്പെഷ്യൽ ഫോഴ്സസിൻ്റെ ആണ് പരേഡിൻ്റെ ഭാഗമായി ഇപ്പോൾ കടന്നു വരുന്നത്. അതിന് തൊട്ടു പിന്നാലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് ഈ പരേഡിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി പറയുന്നത്, ഇത് ആദ്യമായിട്ടാണ് ഇത്തവണ റോബോട്ടിക് മ്യൂളുകൾ ഈ പരേഡിൽ അണിനിരക്കുന്നത്. അവ അല്പസമയത്തിനുള്ളിൽ തന്നെ അവയുടെ പരേഡ് ആരംഭിക്കുന്നതായിരിക്കും. ഏതായാലും ഇന്ത്യൻ കരസേനയുടെ അഭിമാനമായ, ഇന്ത്യൻ പ്രതിരോധത്തിൻ്റെ പ്രതിരോധ ശക്തിയുടെ അടയാളമായ വിവിധ സൈനിക ഉപകരണങ്ങളാണ് ഇപ്പോൾ ഈ പരേഡിൽ അണിനിരക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അല്പസമയം മുമ്പ് കടന്നുപോയത് സ്പെഷ്യൽ ഫോഴ്സസിൻ്റെ ലൈറ്റ് സ്ട്രൈക്ക് വെഹിക്കിൾ LSV ആയിരുന്നു. ഇപ്പോൾ കടന്നു വരുന്നത് സ്പെഷ്യൽ മൊബിലിറ്റി വെഹിക്കിൾ അഥവാ സ്പെഷ്യൽ മൊബിലിറ്റി വെഹിക്കിളാണ് ഇപ്പോൾ കടന്നു വരുന്നത്. ഏറ്റവും പുതുതായി ശരി ബാലഗോപാൽ, ഇന്ത്യൻ പ്രതിരോധ സേനയുടെ കരുത്ത് തെളിയിക്കുന്ന പരേഡാണ് പൂനെയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്.